ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ പുതിയ ടോപ്പിക്ക് ഫൈൻഡ് ആൻഡ് റീപ്ലേസ് ആണ്. ഒരു വേർഡിനകത്ത് ഫൈൻഡ് ചെയ്യുന്നതും അത് റീപ്ലേസ് ചെയ്യുന്നതും എങ്ങനെയാണെന്നുള്ളതാണ് നോക്കുന്നത്. അതായത് ഒരു ടെക്സ്റ്റ് മെസ്സേജ് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പം അത് ഫൈൻഡ് ചെയ്യുന്നതും റീഡ് ചെയ്യുന്നതും. അപ്പോൾ വേർഡിനകത്ത് ഹോം പേജ് എന്നുണ്ട്. ഈ കാണിച്ചിരിക്കുന്ന പോയിൻറ്റിംഗ് ആണ് സെർച്ച് ചെയ്യുന്ന സ്ഥലം. അവിടെയാണ് റീപ്ലേസും സെർച്ചിങ്ങും ഉള്ള ഓപ്ഷനുള്ള ആ സ്ഥലത്താണ്. ഇപ്പം ആരോ മാർക്ക് കാണിച്ചെടുത്ത് കണ്ടോ, ഈ കാണിക്കുന്നിടത്താണ് റീപ്ലേസും ഫൈൻഡും ഉള്ളത്. അതിനൊക്കെ നമ്മൾ MS വേർഡിൻ്റെ ഹോം പേജിലാണ് ഫസ്റ്റ് ക്ലിക്ക് ചെയ്യേണ്ടത്. പിന്നെ കൺട്രോൾ F എന്ന് പറഞ്ഞാൽ ഫൈൻഡിൻ്റെ ഷോർട്ട് കട്ടും, കൺട്രോൾ F എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഫൈൻഡ് ചെയ്യാനുള്ള എളുപ്പത്തിന് ഫൈൻഡ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീ ആണ് കൺട്രോൾ F. കൺട്രോൾ H എന്ന് പറഞ്ഞാൽ നമുക്ക് റീപ്ലേസ്മെൻറ്റിൻ്റെ റീപ്ലേസ്മെൻറ്റ് ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഡയറക്റ്റ് കൺട്രോൾ H എന്ന് അടിച്ച് കഴിഞ്ഞാൽ റീപ്ലേസ് ചെയ്യുന്നതിൻ്റെ ആ നാവിഗേഷൻ ഇത് ഓപ്പണായി വരും. ഓക്കെ, ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത് വെച്ചാൽ നമ്മൾ സെർച്ച് ചെയ്യുകയാണ്. ഇപ്പോൾ നമുക്ക് നമ്മൾ കുറേ കാര്യങ്ങൾ ടെക്സ്റ്റ് മെസ്സേജ് ഒരു കഥ ടൈപ്പ് ചെയ്യുകയാണ്. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ അതിനകത്ത് കാണിക്കുന്ന കണക്ക് നമ്മളിപ്പോൾ ഒരു ഇന്ത്യയെക്കുറിച്ചൊരു കഥ ടൈപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഒരുപാട് ഇന്ത്യനെ വരും അല്ലേ. അപ്പോൾ നമുക്ക് ഓരോ ഇന്ത്യയും കണ്ടുപിടിക്കുക എളുപ്പത്തിലാണ് ഈ ഫൈൻഡിൻ്റെ ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ അത് കാണിച്ചിരിക്കുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ ഇന്ത്യ എന്ന് അടിച്ചു കൊടുക്കുകയാണ്. ഇതിനകത്ത് പക്ഷേ നമ്മൾ ടൈപ്പ് ചെയ്തിരിക്കുന്നത് മൈക്രോസോഫ്റ്റ് എന്നാണ് അയച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എക്സാമ്പിളിന് വേണ്ടി ഇന്ത്യ എന്ന എളുപ്പത്തിന് പറഞ്ഞാണ്. മൈക്രോസോഫ്റ്റ് എന്ന് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് മൈക്രോസോഫ്റ്റ് എവിടെയൊക്കെ ഉണ്ടോ ആ മൈക്രോസോഫ്റ്റിൻ്റെ പുറത്തെല്ലാം എന്ത് ചെയ്യും, മഞ്ഞ കളർ യെല്ലോ കളറ് ഈ വേർഡ്സ് വന്നുകൊണ്ടിരിക്കും. ഓക്കെ, നമ്മൾ മൈക്രോസോഫ്റ്റിൻ്റെ MIC എന്നടിക്കുമ്പോഴേ ആ MIC എവിടെയൊക്കെ ഉണ്ടോ അവിടെ എല്ലാം മഞ്ഞ കളർ വരും, അതായത് യെല്ലോ കളർ വരും. ഫുള്ള് മൈക്രോസോഫ്റ്റ് അടിക്കുമ്പോൾ ഈ കാണിച്ചിങ് കണ്ടോ പലയിടത്തായിട്ട് ഇങ്ങനെ നമ്മൾ ആ ഷീറ്റിനകത്ത് മൊത്തവും എവിടെയൊക്കെ ഉണ്ടോ അവിടെ എല്ലാം നമ്മൾ അടിച്ച വേർഡിനെ എടുത്തെടുത്ത് കാണിക്കും. അതാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, ആ ഷീറ്റ് ഫുള്ള് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ യെല്ലോ കളറുള്ളതെല്ലാം മൈക്രോസോഫ്റ്റ് എന്നാണ്. അങ്ങനെയാണ് നമ്മൾ ഫൈൻഡ് സെർച്ച് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്ത് അവിടെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനാണ് എടുത്തത്. ഈ കാണിച്ചിരിക്കുന്നതാണ് റീപ്ലേസ് ചെയ്യുന്നത്. തൊട്ട് മുമ്പേ നമ്മൾ ആ ഫിംഗർ കാണിച്ചെടുത്താണ് എന്താണ് റീപ്ലേസ് ചെയ്യേണ്ടത് അവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കും. എന്താണ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്? ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം മൈക്രോസോഫ്റ്റ് എന്നുള്ള മാറ്റിയിട്ട് MS എന്ന് അടിക്കണമെന്ന് വെച്ചു. മൈക്രോസോഫ്റ്റ് എവിടെയൊക്കെ ഉണ്ടോ അതൊക്കെ മാറ്റി എനിക്ക് MS ആക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഉള്ളതെന്ന് വെച്ചാൽ റീപ്ലേസ്, സെക്കൻഡ് കാണിച്ചിരിക്കുന്നത് റീപ്ലേസ് ഓൾ, തേർഡ് കാണിക്കുന്നത് ഫൈൻഡ് നെക്സ്റ്റ്, ഫോർത്ത് കാണിച്ചിരിക്കുന്നത് ക്യാൻസൽ. അങ്ങനെ 4 കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ നോക്കിയോ, ആദ്യത്തെ കാണിച്ചിരിക്കുന്നത് റീപ്ലേസ്, രണ്ടാമത് റീപ്ലേസ് ഓള്, മൂന്നാമത്തെ ഫൈൻഡ് നെക്സ്റ്റ്, നെക്സ്റ്റ് വൺ ക്യാൻസൽ. അങ്ങനെ 4 ഉണ്ട്. അപ്പോൾ നമുക്ക് റീപ്ലേസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യണം, ആ റീപ്ലേസ് ചെയ്യേണ്ട എന്താണെന്ന് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ഫോട്ടോ നിങ്ങൾക്ക് അയച്ചു തരാം. ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ഇതാണ് ജസ്റ്റ് ഫോട്ടോ, ടെക്സ്റ്റ് ബുക്കിലെ ഫോട്ടോയാണ്. കണ്ടോ, ഫസ്റ്റ് കോളം റീപ്ലേസ്, സെക്കൻഡ് റീപ്ലേസ് ഓള്, തേർഡ് ഫൈൻഡ്, ഫോർത്ത് വൺ ക്യാൻസൽ. ഫസ്റ്റ് നമ്മൾ റീപ്ലേസ് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ആ രണ്ടാമത്തെ ബോക്സ്, അതായത് ഈ കാണിച്ചിരിക്കുന്ന രണ്ടാമത്തെ ബോക്സ് ഉദ്ദേശിക്കുന്നത് അവിടെ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് എന്ത് വേർഡാണോ ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് കിടക്കുന്ന വേർഡ് മൈക്രോസോഫ്റ്റ് ആണെങ്കിൽ എനിക്കിപ്പം വലിയം സെൻട്രൽ സ്കൂളിൽ നിന്ന് ആക്കണമെന്നെങ്കിൽ നമ്മൾ രണ്ടാമത് വലിയം സെൻട്രൽ സ്കൂൾ ആക്കണ്ടെങ്കിൽ ആ പേര് നമ്മൾ എന്ത് ചെയ്യണം, റീപ്ലേസിൽ അടിച്ചു കൊടുക്കണം. മുകളിൽ എൻ്റെ പേരും കിടപ്പുണ്ട്, എൻ്റെ പേര് മാറ്റിയിട്ട് വലിയം സെൻട്രൽ സ്കൂളിൻ്റെ പേരാക്കുവാണ്. അപ്പോൾ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ റീപ്ലേസ് എന്നുള്ള താഴെ ഈ കാണുന്ന സ്ഥലത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, എന്ത് പേരാണോ കൊടുക്കേണ്ടത് ആ പേര് മാറിയിട്ട് മറ്റേ പേര് വന്ന് കിടക്കും. ഓക്കെ, അതേ കണക്ക് തന്നെ നെക്സ്റ്റ് തൊട്ടിപ്പുറത്ത് തന്നെ റീപ്ലേസ് ഓൾ എന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും ഈ ശരത്ത് എന്നുള്ള പേര്, ഇപ്പോൾ എൻ്റെ പേരാണ് കൊടുക്കുന്നത്, ശരത്ത് എന്നുള്ള പേരാണ് കൊടുക്കുന്നതെങ്കിൽ ആ ശരത്ത് എന്നുള്ള പേരെല്ലാം കാണിക്കുമല്ലോ. അവിടെ വലിയത്തുനിന്ന് ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ റീപ്ലേസ് ഓൾ കൊടുക്കുമ്പോഴത്തേക്കും മൊത്തത്തിൽ മാറിയിട്ട് എല്ലായിടത്തും വലിയത്തുനിന്ന് വരും. അതേ കണക്ക് തന്നെ മൂന്നാമത്തെ കോളം എന്ന് പറഞ്ഞാൽ ഫൈൻഡ് നെക്സ്റ്റ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ ആദ്യത്തെ വരിയിൽ എൻ്റെ പേര് മാറ്റി ഞാൻ വലിയ സെൻട്രൽ സ്കൂളിൽ നിന്ന് കൊടുത്തു. അപ്പോൾ രണ്ടാമത്തെ വേർഡ് എനിക്ക് മാറ്റണ്ട, എൻ്റെ പേരിന് കിടന്നാൽ മതി. മൂന്നാമത്തെ മാറ്റണം. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ നെക്സ്റ്റ് ബൈ നെക്സ്റ്റ് പോകാൻ വേണ്ടി ഫൈൻഡ് നെക്സ്റ്റ് കൊടുത്ത് 1 by 1 ആയിട്ട് മാറ്റാം. ആദ്യത്തെ ആകുമ്പോൾ എങ്ങനെ ഒരെണ്ണം മാത്രം റീപ്ലേസ് ചെയ്യാം, രണ്ടാമത്തെ ആകുമ്പോൾ മൊത്തത്തിൽ റീപ്ലേസ് ചെയ്ത് മാറ്റാൻ പറ്റും, മൂന്നാമത്തെ ആകുമ്പോൾ ഫൈൻഡ് നെക്സ്റ്റ് അടിച്ച് പോകാം. ഓക്കെ, അപ്പോൾ ഒരു വേർഡ് ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും ഒരു ടെക്സ്റ്റ് മെസ്സേജ് ടൈപ്പ് ചെയ്യുമ്പം അത് ഫൈൻഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും പിന്നെ അത് ടൈപ്പ് ചെയ്ത് പോയത് മാറ്റി വേറൊന്നും ആക്കണമെങ്കിൽ റീപ്ലേസ് എങ്ങനെയാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, ബൈ.